നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. തങ്കളം കോഴിപ്പള്ളി ന്യൂ ബൈപ്പാസ് റോഡ് വീണ്ടും വിവാദത്തിൽ. നിർമ്മാണം അവസാനഘട്ടത്തിലെത്തിയെങ്കിലും ടാറിംഗ് പൂർത്തിയാകാത്ത ഭാഗം ചെളിക്കുണ്ടായി മാറിയതോടെ യാത്രക്കാർ ദുരിതത്തിലായി. കോതമംഗലം നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണാൻ 2 പതിറ്റാണ്ട് മുൻപ് ആരംഭിച്ച റിംഗ് റോഡ് എന്ന തങ്കളം കോഴിപ്പള്ളി ന്യൂ ബൈപ്പാസ് റോഡ് വീണ്ടും വിവാദത്തിൽ. നിർമ്മാണം അവസാന ഘട്ടത്തിൽ എത്തിയെങ്കിലും ടാറിംഗ് പൂർത്തിയാകാത്ത ഭാഗം ചെളിക്കുണ്ടായി മാറിയതോടെ യാത്രക്കാർ ദുരിതത്തിലായി. കോഴിപ്പള്ളി മുതൽ തങ്കളം വരെ ഏകദേശം 3 കിലോമീറ്ററോളം ദൈർഘ്യത്തിലാണ് റോഡ് നിർമ്മാണം പുരോഗമിക്കുന്നത്. കലാനഗർ മുതൽ കോഴിപ്പള്ളി പാർക്ക് വ്യൂ ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ 400 മീറ്ററോളം ഭാഗമാണ് ടാർ ചെയ്യാതെ ചെളിക്കുളമായി മാറിയത്. റോഡിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി കോതമംഗലം MLA ഷിബു തെക്കുംപുറം, നഗരസഭാ ചെയർപേഴ്സൺ ഭാനുമതി രാജു, വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ്, ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ബൈപ്പാസ് സന്ദർശിച്ചു. ഇവരെന്നോട് എന്താവശ്യപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എനിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ലാതെ കോൺട്രാക്ട് എടുത്താൽ കോൺട്രാക്ട് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ഇതിവിടെ റോഡ് വന്നം എത്രയും വേഗം വന്നം ഇതിനു വേണ്ടിയിട്ടാണ്. അതിനകത്ത് UDF LDF ഒന്നും ഇല്ലാതെ ചെയ്തത്. 15 വർഷമായ പദ്ധതിയാണ്. 15 മുകളിൽ 20 കൊല്ലായില്ലേ. ന്യൂ ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാക്കുന്നതോടെ കോതമംഗലം നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് വലിയ പരിഹാരമാകുമെന്നും 2 മാസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നു നൽകുമെന്നും ഷിബു തെക്കുംപുറം MLA പറഞ്ഞു. ഈ ബൈപ്പാസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാവുന്നതോടുകൂടി കോതമംഗലത്തിന്റെ ഗതാഗതക്കുരുക്കിന് വലിയ ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് കഴിയും. പ്രിയപ്പെട്ട എല്ലാവരുടെയും വലിയ സഹകരണവും പിന്തുണയും ഈ പദ്ധതിക്ക് ഉണ്ടാവണം. പ്രത്യേകിച്ച് ഈ വാർഡിലെ ജനങ്ങളുടെ പല ആവശ്യങ്ങളും ഈ ബൈപ്പാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ആ ആവശ്യങ്ങളെല്ലാം പരിഹരിച്ച് അവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം തീരുമാനം ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും ഈ ബൈപ്പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കുന്നത്. 2 മാസം കൊണ്ട് ഈ ബൈപ്പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ആദരണീയനായ കേരള മുഖ്യമന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കണം എന്നത് തന്നെയാണ് നമ്മൾ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നത്. റോഡിന്റെ നിർമ്മാണം 20 വർഷം നീണ്ടുപോയിട്ടും ബന്ധപ്പെട്ട അധികാരികൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കാത്തത് സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്ന് വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ് പറഞ്ഞു. ഈ റിംഗ് റോഡിന്റെ പണി തുടങ്ങിയിട്ട് ഇന്ന് 20 വർഷത്തിനു മേലെയായി. ഇതുവരെ ഇത് പൂർത്തീകരിക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് സാധിച്ചിട്ടില്ല എന്നത് സമൂഹത്തോടുള്ള ഒരു വെല്ലുവിളിയാണ്. അത് ഈ തവണ എന്തായാലും ഈ പെരുന്നാളിന് മുൻപ് ഈ റോഡ് പണികൾ പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നു കൊടുക്കണം എന്ന ഉദ്ദേശവുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. കോതമംഗലം MLA ശ്രീ ഷിബു തെക്കുംപുറം അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നുണ്ട്. അത് തീർച്ചയായും ഈ പെരുന്നാളിന് മുമ്പ് അത് തീരും എന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിൽ വാഹനങ്ങൾ വഴിയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും മഴയെ തുടർന്ന് റോഡ് യാത്ര ദുഷ്കരമായിരിക്കുകയാണ്. കാൽനട യാത്ര പോലും പ്രയാസമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. 20 വർഷങ്ങൾക്ക് മുൻപ് സ്ഥലമെടുത്ത് പോയതാണെന്നും ഗതാഗത സൗകര്യത്തിന് ഉതകുന്ന റോഡിന്റെ നിർമ്മാണം ഇനിയെങ്കിലും പൂർത്തിയാക്കാൻ അധികൃതർ തയ്യാറാകണമെന്നും പ്രദേശവാസിയായ തോമസ് പറഞ്ഞു. 20 വർഷത്തിന് മേലായി ഇവിടെ ഈ പണി തുടങ്ങിയിട്ട് ഇന്ന് വരെ ഈ പണി തീർന്നിട്ടില്ല. ഇനി ഏത് കാലത്ത് തീരുമെന്നുള്ളത് ദൈവത്തിന് മാത്രമാണ്. ഈ പണി തീർന്നു കഴിഞ്ഞാൽ ബൈപ്പാസ് പ്രയോജനപ്പെടും, ടൗണിന് പ്രയോജനപ്പെടും. ഇതൊന്നും നടക്കുന്നില്ല. ഇപ്പോൾ കുറച്ച് പണി അതിൽ കഴിഞ്ഞിട്ടിട്ട് പിന്നെ കുറച്ച് പണി പെരുന്നാളിനൊക്കെ തീരുമെന്നുള്ള ദൈവത്തിനറിയാം. കാരണം ഇനി ആ സൈഡ് എടുത്തുകൊണ്ടാണ് ഇവിടുത്തെ പഴയ മെമ്പറുടെ അതേമാതിരി ഇതെടുത്തു അങ്ങേറ്റം വരെ എടുക്കേണ്ടതാണ്, അവിടെ കെട്ട് വരെ. ഇത് ഇനി ഏത് കാലത്ത് തീരാനാ? ഈ പറഞ്ഞ പെരുന്നാളൊന്നും നടക്കുന്നില്ല. ഇത് ടാർ ചെയ്തുകൊണ്ടേ അങ്ങേറ്റത്ത് 2 സ്ഥലത്തുണ്ട്. ഈ 2 കൊല്ലം തീരണ്ടേ? കണ്ടറിയാം. പട്ടണത്തിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ന്യൂ ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണം ഇനി പ്രഖ്യാപിച്ച സമയപരിധിക്കുള്ളിൽ പൂർത്തിയാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. ഏത് കടയിൽ നിന്ന് വാങ്ങിയ നിങ്ങളുടെ പഴയ സ്വർണവും എക്സ്ചേഞ്ച് ഓഫറിലൂടെ വിലയിൽ വ്യത്യാസമില്ലാതെ ജെയ്കോയുടെ HUID സ്വർണ്ണാഭരണമായി മാറ്റിവാങ്ങാം. നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഉയർന്ന വില, ഉടൻ പണം. കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജെയ്കോ ജുവൽസ് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ ട്രെൻഡി കളക്ഷൻസുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ജെയ്കോ ജുവൽസ്, പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജെയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം.